ഇവിടെ ഒരാൾ ചെയ്യണുണ്ടോ? അടിപൊളി, ഒരു രക്ഷയില്ല. ഒക്കെയായാലും നമ്മളിതിൻ്റെ ലാസ്റ്റ് വരെ വന്നിട്ടോ. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. നമ്മൾ കടലിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കും. ഒപ്പീനിയൻ അബൌട്ട് വർക്കല ബീച്ച്. ബാഗ് നിറഞ്ഞു തുടങ്ങിട്ടോ സാധനം കയറ്റിട്ടേ. ഇനി രണ്ടാമത് അങ്ങനെ ഉണക്കിയെടുത്തിട്ട് വേണം. രണ്ടും കൂടിയാണ്. അതാണ് ഇപ്പൊ മീനുണ്ട്, ബപ്പറുണ്ട്. കണ്ട ബുദ്ധിമുട്ടില്ല. എന്താ വെച്ചാൽ പാലം പറ്റ പൊളിഞ്ഞേക്കുന്നു. ചെടികളൊക്കെ വെച്ച് എന്ത് ഭംഗിയാണ് ഇതേ കാണാൻ. ഇന്ന ടൈപ്പിലെ മീനുകൾ അടിപൊളിയാണ്. ഒരു ഭാഗത്ത് തെങ്ങും തോട്ടം, മറ്റു ഭാഗത്ത് കടല്. അടിപൊളി വൈബ് കേട്ടോ, നല്ലൊരു മഴ. അപ്പോൾ എല്ലാവർക്കും ജാസ് സ്റ്റുഡിയോ പ്ലസിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. വർക്കലയിൽ മാക്സിമം കാണാൻ പറ്റുന്നതും കാണിച്ചു തരാൻ പറ്റുന്ന ഏരിയകളപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന വലിയ കുട കേട്ടോ. ഇന്ന് ചെറിയ കുട എടുത്തിരിക്കുന്നത്. ബാഗും ക്യാമറയും ഒക്കെ നല്ലോണം നനയുന്നുണ്ട്. മുട്ട മഴയല്ലേ. നമ്മൾ പോയ സ്ഥലത്തൊന്നും റോഡ് കാണാത്തോണ്ട് ഈ ഭാഗത്തൊന്നും റോഡില്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യണം എന്താ വെച്ചാൽ വന്ന അതേ വഴി തിരിച്ച് നടക്കുകയാണ്. ഇവിടെ കണ്ടോ, വാവ്, അടിപൊളി ഒരു കാഴ്ച കേട്ടോ. ഇത് മണലിങ്ങനെ താഴ്ന്ന് കിടക്കുക കേട്ടോ. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെരുപ്പൊക്കെ അവിടെ കാണാണ്ട് കടലിന്റെ സൈഡിൽ കൂടി നടക്കുമ്പോഴേ ഇതുപോലത്തെ കുറേ അധികം കാഴ്ചകൾ കാണും കേട്ടോ. ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് എടുത്ത് കൊണ്ടുപോകലുണ്ട്. ഇതെന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മളെ കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഒരു മുള്ളു കുത്തുന്ന ഫീൽ ഉണ്ട് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇതേ ഇവിടെ ഒരു കയറ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പോരുന്നില്ല കേട്ടോ, വലിച്ചിട്ട് കിട്ടുന്നില്ല. കുട ചൂടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കണേ. പാൻറ്റിന്റെ അവസ്ഥ ഒക്കെ ഇതാണ്. ആകെ ചളി കുളിച്ചിക്കുക. ബാഗ് ഫുള്ള് തലയാണ് എടുക്കാം കേട്ടോ. നല്ല കാറ്റ് വീശിക്കൊണ്ട് കേട്ടോ. കയറിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. പുടുത്തമുട്ട കാറ്റാണ് ഇവിടെ ആകെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതാക്കണം. ഈ ഒരു ഭാഗത്ത് വേറെ സാധനം കാണാണ്ടാവും, കൂടി എടുക്കാം കേട്ടോ. വാവ്, അടിപൊളിരേ. എന്താ പറയാ, നമ്മള് ഓരോ നടത്തത്തിനും ഓരോ സാധനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പോകുമ്പോ കൊണ്ടാവാം. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ ഒരു ഓർമ്മയാവും. അതുപോലെ തന്നെ വീണ്ടും വേറൊരു സാധനം. എൻ്റെ കയ്യിൽ കൊടയും ബാഗും. അടിപൊളി ശങ്കിത, അടിപൊളി ശങ്കിത. എങ്ങോട്ടൊക്കെ പൊളി. വാ, ഇവിടുന്ന് കിട്ടിയാട്ടോ. എങ്ങനെ ഇവിടെ നിന്ന് വെട്ടുന്ന അറിയില്ല. എന്ത് രസമാണ് ഇത് കാണാൻ. നമ്മൾ കടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നോക്കി നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്കും കിട്ടും. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനാകെ നനഞ്ഞ് നിൽക്കുക കേട്ടോ. ബാഗൊക്കെ ഇട്ടുണ്ട്. എല്ലാവരും ബാഗ് കയറ്റിക്കൊണ്ടൊക്കെ. ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഭാഗത്തേക്കൊന്നും ഒരാൾ മനസ്സിൽ വരാത്തൊരു ഏരിയ അല്ലേ. വാ, പൊളി, അടിപൊളി. ഇതേതാ ടൈപ്പ്? ഇതും ഏകദേശം സെയിം വലിപ്പം തന്നെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇനി വേറെ രണ്ടെണ്ണമുണ്ട്. ഇത് ഉരുണ്ട ഒരു ടൈപ്പാണ് വരുന്നത്. അത് എന്ത് രസമാണെന്ന് നോക്കിയേ. റൗണ്ട് ടൈപ്പ് കേട്ടോ. അത് അടിപൊളിയായി. പിന്നെ വേറെ ഒന്നിൽ കുറച്ച് നീളം കൂടിയ ടൈപ്പാണ് വരുന്നത്. ഇതിൽ പുഴുക്കളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് 4 കിട്ടിട്ടോ. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ തെരഞ്ഞതൊന്നും കേട്ടത്. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ ജസ്റ്റ് കാണുന്നതന്നെ കേട്ടത്. എന്തായാലും ഒക്കെ ബാഗ് കയറ്റാം. ബാഗ് നിറഞ്ഞു തുടങ്ങിട്ടോ സാധനങ്ങൾ കയറ്റിയിട്ടേ. ബാഗിലൊക്കെ അരച്ച് ചളിയിക്കണം. ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഭാഗത്തുണ്ട് മണ്ണിൽ പൂന്തി കിടക്കുകയാണ്. വാ, ഇതിലൊന്നും ജീവികളുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും എടുത്ത് ബാഗൊക്കെ ഇടുകയാണ്. ഇല്ല, അങ്ങനെ നടന്നപ്പോഴേ ഇതേ വേറൊരു സാധനം കൂടി കിട്ടിട്ടോ. ഇതാണ് സാധനം. എങ്ങനെ എടുക്കും? ഒരു കയ്യിൽ കുട, ഒരു കയ്യിൽ ബാഗ്. ചെറിയതാട്ടത്, ചെറിയ ടൈപ്പ് സാധനം. അടിപൊളിയല്ലേ. എൻ്റെ മുള്ളൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. കിടക്കട്ടെ ഏതായാലും. നിറഞ്ഞിട്ടോ ബാഗ്. നമ്മൾ കുറച്ച് മുന്നേ അവിടെ നിന്ന് കായ് കണ്ടില്ലേ. ആ കായ് ഇതാണ് കേട്ടോ. എൻ്റെ പച്ചനെ കാണുന്നത് നോക്കി. അവിടെ കണ്ട് നല്ല പൊത്തതായിരുന്നു. പക്ഷെ അത് പൊത്ത് കഴിഞ്ഞാലും അത് നല്ല ഹാർഡാട്ടോ. നല്ല വിലൻ്റെ സാധനമാണ്. എത്ര ചവിട്ടി കഴിഞ്ഞിട്ടോ പൊട്ടിപ്പൊളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. മേൽഭാഗത്തു നിന്ന് പൊട്ടിപ്പോകുന്ന കല്ലാണ് ഈ കിടക്കണത്. ഇനിയും പൊട്ടിപ്പോരാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്നാമത് പുട്ട മഴയാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. ഈ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഒന്ന് ഇടിഞ്ഞ് കഴിഞ്ഞാൽ പോരാ, മൊത്തമായിട്ട് പോരൂലേ. ഏറ്റവും സേഫായ കാര്യം എന്നില്ല എന്താ വെച്ചാൽ അവിടുന്ന് മാറി നിൽക്കുക. ആ റിസോർട്ടിൽ നിൽക്കാതിരിക്കുക. എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ വരുമ്പോഴുള്ളൂ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുള്ളൂ കേട്ടോ. ഇവരാരും ശ്രദ്ധിക്കില്ല. അതാണ് അവസ്ഥ. ഈ ഭാഗത്തെത്തും നല്ലൊരു അടിപൊളി കാഴ്ചയുടെ കാണാൻ. നല്ലൊരു ഐറ്റ് കൂടി ഏരിയ കേട്ടോ. അടിപൊളി ഒരു വ്യൂരെ. വർക്കല ബീച്ചിന്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു മല കേട്ടോ. ഇതിന് എത്രത്തോളം ഉയരണ്ടോ നോക്കിയേ. ഈ കുട നിർത്താത്ത എന്താ വെച്ചാലേ പുടുത്തമുട്ട കാറ്റാട്ടോ ഇവിടെ. ഈ കാറ്റുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ. കാറ്റുകൊണ്ട് മഴയുണ്ട്, രണ്ടും കൂടിയാണ്. അതാണ് ഇപ്പോൾ പ്രശ്നം. എന്തായാലും അടുത്ത ലൊക്കേഷനിൽ പോവാ. അടിപൊളി കാഴ്ചകളുണ്ടെങ്കിൽ അത് നമുക്ക് ഷൂട്ട് ചെയ്യും കേട്ടോ. വെറുംചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോറുണ്ട്, മീനുണ്ട്, ബപ്പറുണ്ട്, പിന്നെ പായസമുണ്ട്, പൂളുണ്ട്, പിന്നെ കടലപ്പേരുണ്ട്, പയർകോരുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്,
പിന്നെ വത്തലുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്. അതിൻ്റെ പുറത്ത് സാമ്പാർ, മീൻകറി, ഒരു വെറൈറ്റി ടൈപ്പ് കറി വരാറുണ്ട് കേട്ടോ. പിന്നെ എന്താ അതിൻ്റെ പുറത്ത് ഇതേ ചോറ്, മീൻ, പിന്നെ ചമ്മന്തിപ്പൊടി രക്ഷയുണ്ട്, അടിപൊളി. പിന്നെ വരുന്നതാണ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഇല്ല. വാവ്, ഇതിൻ്റെയൊക്കെ പുറത്ത് വരുന്നതാണ് പായസം. എന്തായാലും കഴിച്ചോളൂ. കുറച്ച് ചോറിങ്ങനെ കുഴച്ചിട്ട് അതിക്ക് ലേശം പൂള ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ പയറെന്തൊരു മിക്സ് ചെയ്യുക, അതുകൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചിതും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ഉരുളാക്കിയിട്ട് ഒന്ന് കഴിച്ചോട്ടെ. ഒരു രക്ഷയിട്ടോ, അടിപൊളിയാണ്, അടിപൊളി. മീനെന്താ അവസ്ഥ കേട്ടോ, തനി വെളിച്ചെന്നുണ്ടല്ലോ, അതിൽ പൊരിച്ച് അതേ ടേസ്റ്റാണ്. ഫുഡ് അടിപൊളിയല്ലോ. ഞാൻ മലപ്പുറം. അപ്പോൾ ഏടി വരുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചിറങ്ങിയത് ഈ ഹോട്ടലിനാട്ടോ, ഓലപ്പുര റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡ് കേട്ടോ, രക്ഷയില്ല. ആകെ ഫുഡിന് വന്നതേ 120 ഉറുപ്പികൾ വന്നത് കേട്ടോ. ചോറും അതിന് കൂടെ കുറേ അധികം കൂട്ടാനും ഉണ്ട് കേട്ടോ. പിന്നെ കറി 3 ടൈപ്പ് ഉണ്ട്, കൂട്ടാൻ തന്നെ 3-4 ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തിൻ്റെ അച്ചാറുണ്ട്, 2 ടൈപ്പ് മീനുണ്ട്. ഓലപ്പുര റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം തന്നെ ഒരിക്കൽ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. മീനും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാറുണ്ട്. അപ്പോൾ അവിടെ കൂടി ഒന്ന് പോയേക്കാം, കുറച്ച് പോയിട്ട് റേറ്റുകളോ പറഞ്ഞു. ബീച്ചിക്ക് പോകുന്ന റോഡാട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടോ, റോഡ് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഷൂട്ട് നടന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അത്രയ്ക്ക് വെള്ളമായിട്ടാണ് കിടക്കുന്നത്. റോഡ് മുറിച്ച് കിടക്കുകയാണെങ്കിൽ ഷൂലൊക്കെ നിറയെ വെള്ളമാവും, ഷുവറാണ്. ആളുകൾ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ബീച്ചിക്ക്. ഈ കടൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടാവും, മുൻഭാഗത്തിൽ ഫുള്ള് വെള്ളം പോവാണ്. അപ്പോൾ ആ കടയിലേക്കൊക്കെ ആൾക്കാർ കയറണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ ചളി ചവിട്ടിയിട്ട് വേണം അങ്ങോട്ട് കയറണമെങ്കിൽ. ഇവിടെ കയറ് കെട്ടിയിട്ട് ഇതുകൂടി പോകാൻ പറ്റാത്ത രീതിയിൽ, പോകാൻ പറ്റാത്ത വെച്ചാൽ ഡേഞ്ചറാണ്, ഏത് നിമിഷം എന്തൊരു സംഭവിക്കുക, ആ ഒരു ലെവലിലാണ് കിടക്കുന്നത്. അപ്പുറം കിടക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്. അത് ആ ഭാഗത്ത് കൂടി പോകണം. അപ്പോൾ നമുക്ക് ഇത് കൂടി തന്നെ താൽക്കാലികം പോവാം. ഇത് പൊന്തിച്ചിട്ട് കുറച്ച് റിസ്ക് ആണ്, എന്തായാലും എഫേർട്ട് എടുക്കണം. ഇൻ കേസിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ പാലം പറ്റ പൊളിഞ്ഞേക്കണു, വലിയ ധൈര്യം പറയാനല്ല. ഒരു സൈഡ് മൊത്തം പോയതാണ്, ചെറിയ രീതിയിൽ ഷെയ്ക്ക് ഉണ്ട് കേട്ടോ പാലത്തിന്. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം. ഇനി ഒരു സൈഡ് കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗത്തേക്കും പോവാം, ഈ ഭാഗത്തേക്കും പോവാം. ഈ ഭാഗത്ത് കയറി മറ്റേ ഭാഗത്ത് ഇറങ്ങാം. ഈ ഭാഗങ്ങളൊക്കെ അടിപൊളിയിട്ട് കല്ല് വെച്ചിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല വൈബുണ്ട്. മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ നടവയിലൂടെയാണ് ഇപ്പോൾ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പോകാൻ കൂടുതലായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല, ഒക്കെ സെൻട്രൽ ഭാഗത്തൂടെയാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് നടന്നപ്പോൾ റോട്ടിലൊക്കെ ഫുള്ളായിട്ട് സിമെൻ്റ് ആട്ടിക്കണത്. റോട്ടിലേക്കാട്ടെ ഈ കാണുന്ന വെള്ളമൊക്കെ ചാടിങ്ങോട്ട് നിൽക്കുന്നത്. എന്നാലും റോഡിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ചിലപ്പോൾ സിമെൻ്റ് ഇട്ടുകൊണ്ടായിരിക്കും. റോഡിൻ്റെ 2 ഭാഗത്തായിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വൃത്തിയൊന്നും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ ഈ ഭാഗം. ഈ കാണുന്ന ഭാഗം ബാത്റൂം ആട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്ന് ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തി. വലിയ വ്യൂ ഒന്നും ഇല്ലെങ്കിലും കണ്ടമാനം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാട്ടോ ഈ ഭാഗം. അലങ്കാര ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഭാഗം മുഴുവനായിട്ട്. ഈ കാണുന്ന ഭാഗം മുതൽ കുറച്ച് ഭാഗം കട്ട പതിച്ചൊരു ഭാഗം തന്നെ കേട്ടോ കാണാല്ലേ. രണ്ടാമത്തെ വ്യൂ പോയിന്റ് കണ്ടിട്ടോ. ഈ ഭാഗത്തുനിന്ന് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഈ ഭാഗം കാണുമ്പോൾ അത്യാവശ്യം വ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്, നോക്കി നോക്കാം. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ ഡേഞ്ചർ ഏരിയ കേട്ടോ. അവിടെ വരെ ആൾക്കാർ ചെന്ന് നിൽക്കണു. നല്ല മഴ പെയ്തുകൊണ്ട് കേട്ടോ, ആ ടൈമിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു രസമാണല്ലേ ഈ ഭാഗം കാണാൻ. ജാഗ്രത ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ കുറേ അധികം ആളുകൾ ഇവിടുന്ന് ചാടി അവിടെ പോയാണ്ട് വീഡിയോസ് എടുക്കും. അവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്, ഇടിയുന്നുണ്ടാവും. ഈ ഭാഗത്ത് വലിയ വ്യൂ ഇല്ലെങ്കിലും ഏകദേശം ആ ഭാഗങ്ങൾക്കൊക്കെ വ്യൂ ഇട്ടുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആളുകൾക്കില്ലേ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഈ കാണുന്നത്. ഇത്ര മഴയാണെങ്കിലും കണ്ടമാനം വണ്ടികളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഓഫ് സീസൺ ആണെങ്കിൽ പോലും ആളുകൾ അവിടെ എത്തി തുടങ്ങുന്നുണ്ട്, രക്ഷയില്ല. ഈ ഭാഗം ഇങ്ങനെ പോകുന്നത് കുറേ അധികം കടകൾക്ക് ഇടയിലൂടെ കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് കേട്ടോ. ആളുകളൊക്കെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന നോക്കിയേ, കുറേ ഏറെ കടകളോട് അടഞ്ഞിടക്കുകയാണ്. ഈ ഫ്രഷ് മീൻ ഏത് മീനാച്ചാൽ വേണ്ടത് എടുത്തുകൊണ്ട് ഈ കാണുന്ന ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൊരിച്ച് സെറ്റാക്കിയാണ്ട് വെച്ചുതരും. പല ടൈപ്പിലെ മീനുകൾ അടിപൊളിയല്ലേ. ഏറിപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുക. ഫ്രഷ് മീൻ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് പോയിക്കൊണ്ടിരിക്കുന്ന കടലിൻ്റെ ഏകദേശം സൈഡിൽ കൂടി തന്നെ കേട്ടോ. നമ്മൾ താഴ് ഭാഗത്ത് നിന്ന് കണ്ട മല ഉണ്ടല്ലോ, ആ മലൻ്റെ മുകളിലെ കടകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ചില കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. സംഭവം ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. വിദേശികൾ മാത്രം കരുതിയുള്ള കച്ചവടം ഈ ഭാഗത്തൊക്കെ നടക്കണം കേട്ടോ. കണ്ടമാനം ആളുകൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്.
അഡ്വഞ്ചർ ഏരിയയിൽ നിൽക്കണപ്പോൾ ഈ ഭാഗത്തുണ്ട് വലിയ സ്പേസ് ഇല്ല. ഈ ഭാഗമൊക്കെ ഏത് നിമിഷമാണെങ്കിൽ ഇടി കിട്ടും, അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും കുറച്ചേരം കൂടി നടന്നു നോക്കട്ടെ മുന്നിലേക്ക്. കൂടുതലായിട്ട് റെസ്റ്റോറൻറ്റുകളാണ് കാണിക്കുന്നത് കേട്ടോ. പലതരത്തിലുള്ള ഫുഡും അതുപോലെ തന്നെ റൂംസ് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാണ്ട്. അതുപോലെ തന്നെ കടൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഈ ഭാഗത്തുനിന്ന്. മാക്സിമം ആ തലഭാഗത്തേക്ക് വരെ കിട്ടുന്ന രീതിയിൽ ഈ വ്യൂസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവിടെ ഒരു മരം ഉണ്ട്, ആ മറവ് കഴിഞ്ഞിട്ട് കണ്ടോ ഈ ഭാഗത്തുനിന്ന് ആ തല വരെ. പൊതുവേ എന്താ വെച്ചാൽ കോടായതുകൊണ്ടായിരിക്കും കാണാത്തത്, ഈ ഭാഗത്ത് കാണലുണ്ട് കേട്ടോ. നല്ല വ്യൂസ് ഉണ്ട് ഈ ഭാഗത്ത് നോക്കുമ്പോൾ. ഫുൾ ഭാഗമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ റെസ്റ്റോറൻ്റ് ആണ്. കുറേ അധികം ആളുകൾ ഓർഡർ എടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ അധികം ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. മഴയാണോ എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഈ ഭാഗത്തില്ല കേട്ടോ. കണ്ടമാനം ആളുകൾ മഴയും കൊണ്ടാണ് നടക്കുന്നത്. ഒരു പ്രശ്നമില്ല, ആളുകൾക്ക് സ്ഥലങ്ങൾ കാണണം, അടിച്ചു പൊളിച്ചണം, ആ ലൈഫ് മാത്രമേ ഉള്ളൂ, രക്ഷയില്ല. അങ്ങനെ പോകുന്നപ്പോഴാണ് ഈ കാഴ്ച ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെടിച്ചട്ടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പാലസ് ആണ് പാലസുകളൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ ഗേറ്റ് രണ്ടും തുറന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വേറെ റെസ്റ്റോറൻറ്റ്, ഫുഡിന് വേണ്ടി ആളുകളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണത്, ഒരു വെറൈറ്റി വൈബിലുള്ള സ്ഥലമായിട്ടത്. വെറൈറ്റി ടൈപ്പ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഭാഗങ്ങൾ വന്നാൽ മാക്സിമം മുതലാക്കട്ടോ. ഈ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ നോക്കി, ചെടികളൊക്കെ വെച്ച് എന്ത് ഭംഗിയാണ് ഇതേ കാണാൻ. കുറച്ച് സമയത്ത് നടത്തത്തിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ, ഈ ഭാഗം മുഴുവനായിട്ട് ഇതേ ഫുഡിൻ്റെ ഏരിയ കേട്ടോ. വെറൈറ്റി ഫുഡ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ അതെന്താ വെച്ചാൽ അഡ്വഞ്ചർ ഏരിയ. ഈ ഭാഗം നോക്കി നിൽക്കുന്നത് ചെറിയൊരു കല്ല് വളകിയാൽ മതി, നേരെ താഴത്തേക്കാണ്. നമ്മൾ രാവിലെ പോയ ഭാഗമല്ല, അതാ തലക്കെ കാണുന്നത്. ഒന്നുകൂടി വ്യൂ അല്ലേ ഈ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ. ഈ സൈഡൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട് അല്ലേ. ഈ ഭാഗത്തൊരു തെങ്ങ് കാണാനുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. എല്ലാം കൂടി കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഭാഗം കാണാൻ. കുറേ അധികം ആളുകൾ കുടയിലിട്ട് എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഡ്രസ്സ് അണിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത്. അതാകുമ്പോൾ എന്താ വെച്ചാൽ കുട പിടിക്കേണ്ട ബുദ്ധിമുട്ടില്ല, കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പാക്ക് ആയല്ലോ. അതാകുമ്പോൾ സൗകര്യമാണ്. അവർക്ക് സാധാരണ നടക്കണ മാതിരി നടന്നാൽ മതി. എന്ത് ഭംഗിയാണ് ഇതേ കാണാൻ. പല ഭാഗത്തുനിന്നും പല കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊരു തെങ്ങുണ്ട്. സീസൺ ടൈം അല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ഈ ഭാഗത്തുള്ള മാക്സിമം റിസോർട്ടുകളും അതുപോലെ തന്നെ കടകളൊക്കെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാട്ടെ ഈ ഭാഗത്ത് മുഴുവനായിട്ട് കാണുന്നത്. ഇതിൽ കൂടി നടക്കുമ്പോൾ കണ്ടമാനം ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയ ഷോപ്പുകളാണെങ്കിലും കണ്ടമാനം മോഡലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ആണെങ്കിലും വെറൈറ്റി മോഡലുകളുണ്ട്. വിദേശികളെ പൊടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയല്ല ബിസിനസ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്നില്ല കുറേ അധികം കാഴ്ചകൾ ഇവിടുന്ന് കാണാം കേട്ടോ. ഒരു വെറൈറ്റി രീതിയിലാട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ പിന്നെ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. ഇത്ര മഴയാണെങ്കിൽ പോലും എല്ലാ റെസ്റ്റോറൻറ്റിലും ആളുകളുണ്ട് കേട്ടോ. വർക്കല ബീച്ച് എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്നും പല വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കുറേ അധികം ചെരുപ്പുകൾ. അതിവിടെ അങ്ങനെ വെച്ചത് ഈ ഭാഗത്താണ് അതിൻ്റെ കട വരുന്നത്. അതിൽ കുട്ടികൾക്ക് കണ്ടോ കയ്യുമ്മ കെട്ടുന്ന സാധനങ്ങൾ, അതുപോലെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനം ഇവിടെ കാണാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടുന്നൊരു കട കേട്ടോ അതൊക്കെ. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലോസ്ഡാണ്, സൺഡേ കൊണ്ടായിരിക്കും. ഒക്കെ സെറ്റ് അടച്ച ഷൂ ഒക്കെ പറ്റ നനഞ്ഞ് സെറ്റായി കിടക്കണം, ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം കുളിച്ചിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ. ഈ ഭാഗത്ത് കഫേ ടേബിൾ നടന്നിട്ട് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ. ഏകദേശം എൻഡിൻ്റെ അവിടേക്ക് എത്താനായി കേട്ടോ. കുറേ സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ ഇതൊരു ഫുഡ് തന്നെ കേട്ടോ, പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയായിട്ട് കാണാൻ. ഇവിടെ ചെറിയ രീതിയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ ആകെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നടക്കുമ്പോൾ കാലിനുള്ളിലൊക്കെ വെള്ളം കയറുക കേട്ടോ. ഈ ഭാഗം ഉണ്ടല്ലോ സത്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിക്കണം കേട്ടോ. വലിയ വഴികളൊന്നും ഇല്ല, എന്നാൽ എന്താ വെച്ചാൽ ഉണ്ട്. ചെറിയൊരു ഇടവഴി അല്ലത്, റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് കടകളുമാണ്. എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ കാണാനുള്ളത്. അധികം ചളി തന്നെ കേട്ടോ കാണുന്നത്. അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് വലിയ വ്യൂ ഇല്ലെങ്കിലും ആ ഭാഗത്തേക്കും അതുപോലെ തന്നെ വ്യൂ ഇല്ല. എന്താ സംഭവം, ഈ ഒരു ഭാഗം മാത്രമുള്ള വ്യൂ കിട്ടണം. ചില സ്ഥലങ്ങളൊക്കെ എത്തുമ്പോഴേ ചെറിയ റോഡാട്ടോ. അതിനുവേണ്ടി ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ വലിയ റോഡ്. കുറച്ച് മുന്നൊക്കെ പറ്റ ചെറിയ റോഡായിരുന്നു. ഈ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ച് വലുപ്പമുണ്ട്. ചില കടകൾക്കൊന്നും ഞായറാഴ്ച അവധിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ, എന്ത് രസമാണ് നോക്കി. അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കിലൊരു റെസ്റ്റോറൻറ്റാണ് കാണുന്നത് കേട്ടോ. ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല തോന്നുന്നുണ്ട്. ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്താ സംഭവം അറിയില്ല. അവിടെ സംഭവം എന്താ വെച്ചാൽ ആ ഭാഗം ഇടിഞ്ഞേക്കണം. കുറച്ച് മുന്നേ പറയില്ലേ ഇതിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിൽ അതിൻ്റെ ഉദാഹരണമാണ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചേരേ. എന്തായാലും അടുത്തുനിന്ന് കാണിച്ചു കേട്ടോ. ആ ഭാഗത്ത് നിന്ന് ഒരു ഫാമിലി നടന്നു വരുന്നുണ്ട്. അവരോട് ചോദിച്ചു കേട്ടോ വർക്കല ബീച്ചിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നില്ലേ. ഹായ്, what is your opinion about Varkala beach? Nice. Very unique. With your family, where are you from? From Greece. Greece. How many days have you been in Kerala? 3 days. 2 days. Yeah. 3 days. And you from where? I am Kerala, just a trip. Yeah. Kerala. We were at Monroe Island. Monroe Island. Yeah. Very nice. Very nice. Yeah, good place. I am going there. Okay. Yes. You have to small children, okay? Yeah. അതുപോലെ തന്നെ ഡേഞ്ചർ ഏരിയ കേട്ടോ. അങ്ങനെ കുത്തനെ ഇറക്കാണ് വരുന്നത്, ജാഗ്രതയായി. ഇതിങ്ങനെ പോയി ആ തലഭാഗത്ത് നമുക്ക് ഇറങ്ങാവുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഇറങ്ങാം. ആളുകൾക്ക് മഴ എന്നൊരു പ്രശ്നമില്ലാത്ത രീതിയിലാട്ടോ നടക്കുന്നത്. എന്ത് രസമാണ് ഇതേ കാണാൻ. അടിപൊളി കാറ്റ്, നല്ലൊരു തണുപ്പ്, നല്ലൊരു കോട.
എല്ലാതും ഉണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട് കിടക്കട്ടോ നമ്മളെ വർക്കല. ഈ കാണുന്നതേ വേറൊരു വ്യൂ ആട്ടോ. തായ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ കാഴ്ചകൾ, അടിപൊളി കാഴ്ചയാണ്, രക്ഷയില്ല. ഈ ഭാഗത്ത് നിന്നാൽ കറക്റ്റ് മനസ്സിലാവും തിരമാലൻ്റെ അടി എത്രത്തോളം ഉണ്ടെന്നുണ്ട്. നടന്നു പോരുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. നോക്കിയേ, ഒരു തെങ്ങ്, അത് വൈൻ്റെ സെൻറ്ററിലാണ്. ഇവിടെ ഒരു വെറൈറ്റി വില്ല ഉണ്ടോ, ബോംബെ വില്ല കേട്ടോ. ചെറിയ ചെറിയ ടൈപ്പിലുള്ള ഓരോ വില്ലകൾ കേട്ടോ. വലിയ വീതിയിലെ വഴിയൊന്നും അല്ല കേട്ടോ. എന്നാൽ ഒരാൾക്കോ രണ്ടാൾക്കൊക്കെ മുന്നോട്ട് പോവാം, അതിലേറെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാവിലെ വന്ന സമയത്ത് തുടങ്ങിയ കേട്ടോ ഈ പുടുത്തം മഴ. നമ്മൾ അവിടുന്ന് കണ്ടില്ലേ ഒരു വ്യൂ, ഇതാണ് ആ വ്യൂ. ഓക്കെ, ഏത് നിമിഷം വേണമെങ്കിലും ഇതൊക്കെ പാടെ പൊളിഞ്ഞാൽ കേട്ടോ, ആ അവസ്ഥയിലാണ്. ആ കടലിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗം കണ്ടോ, കുറേ അധികം കല്ലുകൾ പച്ച പൊടിച്ചിട്ടുള്ളത്, നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മാക്സിമം ഇത് പണിയെടുത്തപ്പോഴേ അത്രയ്ക്ക് അടുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ പോയി ആ തല വരെ എത്തണം കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടേ നേരെ ബീച്ചിക്കാണ് പോകുന്നത്. ബീച്ചിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് പോയി ഇറങ്ങും, പിന്നെ ഇവിടുന്ന് നടന്നു പോകണം. പക്ഷെ ഇവിടുന്ന് ഒരിക്കലും നടന്നു പോകാൻ വഴിയില്ല. എന്താ വെച്ചാൽ ഇവിടത്തോടെ ഇത് ക്ലോസ് ചെയ്യാണ്. അങ്ങോട്ട് ഈ ഭാഗത്ത് വെള്ളം കൂടിയതിന് ശേഷം നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളുണ്ടല്ലോ പോന്ന് ലാസ്റ്റ് എൻ്റെ എത്തി. കുറച്ചുകൂടി മുന്നിൽ പോകാം കേട്ടോ. എന്താ കാണുന്ന നോക്കിയിട്ട് അവിടെ തിരിച്ചു വരാം. ഇതേ സ്റ്റോപ്പായിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇവിടെ കണ്ടോ റിസോർട്ടിന് നേരെ മുന്നേക്ക് എത്തണത്. എന്തൊക്കെയായാലും നമ്മളിതിൻ്റെ ലാസ്റ്റ് വരെ വന്നിട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. അതുപോലെ തന്നെ തിരിച്ച് നടക്കുകയാണെങ്കിൽ നേരെ സ്റ്റെപ്പുകളാണ് വരാൻ പോകുന്നത്. ഒരു തോണിൻ്റെ മാതൃകയിൽ ഒരു ചെടിച്ചട്ടി, അടിപൊളിയല്ലേ. അതേപോലെ വേറൊന്നത് എന്തൊക്കെയായാലും അത് ചെയ്തത് അടിപൊളിയായിട്ടോ, നല്ല രസമുണ്ട്. ഈ കാണുന്ന കുളമല്ലേ, അതിൽ ചാടി ഒന്ന് കുളിച്ചണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. സത്യത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ചാടുന്നൊന്നുണ്ട്. ഷൂൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, മേത്തക്കറച്ച് ചളിയാട്ടോ. പിന്നെ ഉണ്ടല്ലോ രാത്രി 9 മണിക്കാട്ടോ നമുക്ക് ട്രെയിനുള്ളത്. ലാസ്റ്റായിട്ട് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടി പോകുന്നല്ലോ. അപ്പോൾ പുടുത്തമുട്ട മഴയാണല്ലോ. അപ്പോൾ ഈ ബാഗ് ആ തോളിലാട്ടിരുന്നു കേട്ടോ. അത് കാരണം ആകെ നനഞ്ഞേക്കണം കേട്ടോ. ബാഗ് ഫുള്ള് നനഞ്ഞേക്കണം. ഒക്കെ പറ്റ വള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ഇനി രണ്ടാമത് അങ്ങനെ ഉണക്കിയെടുത്തിട്ട് വേണം. അതുപോലെ തന്നെ അടാൻ കരുതിയ ഡ്രസ്സ് അത് ഫുള്ള് നനഞ്ഞേക്കണം. ഇനി എന്താ ചെയ്യുക, അത് സീനാണ്. ഞാനെന്താ കരുതിയെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് ഇടണമെന്നാ കരുതിന ഡ്രസ്സ്. പക്ഷെ പറ്റും തോന്നില്ല, നനവുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലേനും ചെറിയ നനവുണ്ട്. ചെറിയ നനവില്ല, അത്യാവശ്യം നനവുണ്ട്. ഇതൊക്കെ നല്ല നനഞ്ഞേക്കണം. മഴ കൊണ്ടില്ല. എന്തായാലും കുളിച്ചിട്ട് അതിടാം, അല്ല രക്ഷമല്ല. 1 2 3 4 ഇനി ഉണ്ടതില്ലേ 8 ഒരു വെറൈറ്റി ടൈപ്പ് കേട്ടോ. 9 വേറെ ഒന്ന്, മൊത്തം 9 ഇനി ഉണ്ടാവട്ടെ. ഇല്ല കേട്ടോ, കഴിഞ്ഞു. ഒന്ന് ഫ്രഷപ്പ് ആവണ്ടേ, രാവിലെ ഒന്നും ഫ്രഷ് ആയിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം കാണാം കേട്ടോ. കുളിച്ചു ഫ്രഷായി, ഇനി ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ രാത്രി 9 മണിക്കാണ് നമുക്ക് ട്രെയിനില്ല. അത് നേരം വിളിക്കാൻ കാലത്ത് 4:30 to 5 മണിൻ്റെ ഉള്ളിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. നമുക്ക് കടപ്പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിരുന്നു കേട്ടോ. ഇതിന്ന് കേകി ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ടോ. ടോട്ടൽ ബില്ല് വന്നത് 130 കഴിച്ചത് എന്തൊക്കെയാ വെച്ചാൽ 2 പൊറാട്ടയും 1 മുട്ടക്കറി 2 ഓംലേറ്റും 1 ചായ. അങ്ങനെ കുറച്ച് നടത്തത്തിന് ശേഷമേ നമ്മളിതേ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. അങ്ങാടിപ്പുറത്തേക്ക് വരുന്നത് 9:15 115 റുപ്യാണ് ചാർജ് വരുന്നത്. ഇത് നേരെ കൊച്ചുവേലിയിൽ നിന്ന് നേരെ പോകുന്നത് നിലമ്പൂരിക്കുള്ള ട്രെയിൻ. അപ്പോൾ അങ്ങാടിപ്പുറത്ത് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഏകദേശം 5:05 കൂടി അല്ലെങ്കിൽ 4:35 കൂടി ഒക്കെ എത്തുന്നുണ്ടാവും കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, സംശയമുണ്ട്, നോക്കി നോക്കാം. എസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ചാൻസ് ഉണ്ടാവും കേൾക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ നിലമ്പൂർ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കയറി സീറ്റ് നോക്കുമ്പോൾ സീറ്റില്ല. ഇവിടെ ഒരാൾ ചെയ്യണുണ്ടോ, ട്രെയിനിൻ്റെ അടിയിലേക്ക് എന്തോ ഒരു സാധനം ഇട്ടിട്ടോ. എന്തോ സംഭവം എന്നറിയില്ല, കോഴിമുട്ടൻ്റെ വേസ്റ്റ് എന്തോ അറിയില്ല. കണ്ടോ, ഒരു കോഴിമുട്ട തട്ട് മൊത്തം ട്രാക്കൊക്കെ കഴിച്ചെടുക്കണുണ്ടോ. ഓരോ ആളുകളും നമ്മളെ ട്രെയിനിനെ നോക്കണ്ടല്ലേ, പക്ഷെ ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ്. എന്താ ചെയ്യാല്ലേ. ഈ സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. ഈ മുകളിൽ ഇരിക്കുന്നത് രക്ഷയില്ല. 10 കാല് 11 കാല് 12 കാല് 1 കാല് 2 കാല് 3 കാല് 4 കാല് ഇത്രയും ടൈം നിൽക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സമയം 4:29 ട്രെയിൻ ഇതേ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിക്കുക. നമുക്ക് ടോട്ടലായിട്ട് എക്സ്പെൻസ് നിൽക്കുന്നത് 550 ഉറുപ്പ്യാണ്. വെറും 230 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കല ബീച്ച് കണ്ടുവരാം. ബാക്കിയുള്ള എക്സ്പെൻസ് വരുന്നത് ഫുഡിൻ്റെതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.